അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അൽ ഖവാഇദുൽ മുസ്ല എന്ന കിതാബിൻ്റെ 13ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാൻ, فإذا قال لنا قائل ما هو دليلكم على أن الله متصف بصفة الكمال. അള്ളാഹുവിന് പൂർണ്ണതയുടെ വിശേഷണങ്ങളുണ്ട് എന്നതിന് നിങ്ങളുടെ പക്കലുള്ള തെളിവ് എന്താണ് എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ, ഖുൽന, നമുക്ക് പറയാനുള്ളത്, കുല്ലു മൗജൂദിൻ ഹഖീഖത്തൻ ലാ ബുദ്ദ ലഹു മിൻ സിഫ. ഉണ്മയുള്ള അഥവാ നിലവിലുള്ള ഏതൊന്നിൻ്റെയും അവസ്ഥ അതിനൊരു വിശേഷണമുണ്ടാകണം എന്നതാണ്. ഉള്ളതാണോ അതിനൊരു വിശേഷണമുണ്ട്. ഫഇമ്മ അൻ തകൂന സിഫത കമാലിൻ വഇമ്മ അൻ തകൂന സിഫത നഖ്സിൻ. അപ്പോൾ ആ വിശേഷണം ഒന്നുകിൽ പൂർണ്ണതയുടെ വിശേഷണമായിരിക്കും, അതല്ലെങ്കിൽ ന്യൂനതയുടെ വിശേഷണമായിരിക്കും. എന്നാൽ അമ്മാ സിഫാത്തുൻ നഖ്സി ഫഹിയ മുസ്തഹീലത്തുൻ ഫീ ഹഖ്ഖില്ലാഹി അസ്സ വജൽ. ന്യൂനതകളുടെ വിശേഷണം അഥവാ കുറവുകൾ ഉണ്ടാവുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അസംഭവ്യമാണ്, ഉണ്ടാകാത്ത സംഗതിയാണ്. അതേപോലെ അമ്മാ സിഫാത്തുൽ കമാൽ ഫഹിയ വാജിബത്തുൻ ലില്ലാ. പൂർണ്ണതയുടെ വിശേഷണങ്ങളാകട്ടെ അള്ളാഹുവിന് അനിവാര്യമാണ് താനും, ഉണ്ട് താനും, അതൊരിക്കലും ഇല്ലാതിരിക്കുവാൻ നിർവാഹമില്ല. ന്യൂനതയാണോ അത് അള്ളാഹുവിന് ഉണ്ടാവുകയില്ല, പൂർണ്ണതയുള്ളതാണോ അത് അള്ളാഹുവിന് ഉണ്ടാകും. ഫവജബ അൻ യകൂന അല്ലാഹു മൗസൂഫൻ ബിസിഫാത്തിൽ കമാൽ. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉള്ളവനാണ്, അതുകൊണ്ട് തന്നെ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ ന്യൂനതകളുള്ളതല്ല, പരിപൂർണതയുടെ വിശേഷണങ്ങളായിരിക്കണം. അതാണ് ബുദ്ധിയുടെയും അതേപോലെ തന്നെ ഫിത്രത്തിൻ്റെയും താല്പര്യം. ലിഅന്നഹു മുനസ്സഹുൻ അൻ സിഫാത്തിൻ നഖ്സ്. സ്രഷ്ടാവ്, ആരാധ്യൻ, പടച്ചവൻ എന്നൊക്കെ പറയുമ്പോൾ ന്യൂനതകളുടെ വിശേഷണങ്ങളിൽ നിന്ന് അഥവാ കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് അവൻ മുക്തനാണ്, പരിശുദ്ധനാണ്. അതേപോലെ വീണ്ടും പറയാണ്, ഫഇൻ ഖീല ഹാദൽ ഹസ്റു ഗൈറു സവാബ്. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ലിഅന്നൽ മൗജൂദ ഖദ് യകൂനു മൗസൂഫൻ ബിസിഫാത്തിൽ കമാൽ ഔ സിഫാത്തിൻ നഖ്സ് ഔ ബിസിഫത്തിൻ ലാ നഖ്സ ഫീഹാ വലാ കമാൽ. ഉണ്മയുള്ള ഏതൊന്നിൻ്റെയും അവസ്ഥ ചിലപ്പോൾ പൂർണ്ണതയുടെ വിശേഷണങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ന്യൂനതയുടെ വിശേഷണങ്ങളാകും, മറ്റു ചിലപ്പോൾ ന്യൂനതയുടെയും പൂർണ്ണതയുടെയും അല്ലാത്ത വിശേഷണങ്ങൾ ഉണ്ടാകാം എന്നാണ് ഒരു മറുവാദമായി ആരെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവിടെ ഉന്നയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ നൽകുന്ന മറുപടി, ഖുൽനാ ഹാദൽ ഖിസ്മുൽ അഖീർ ഗൈറു സഹീഹ്. പൂർണ്ണതയുമല്ല ന്യൂനതയുമല്ല എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പെട്ട വിശേഷണങ്ങൾ ഉണ്ടാവുക എന്നത് ശരിയല്ല. ലിഅന്ന സിഫത്തല്ലതി ലാ കമാല ഫീഹാ വലാ നഖ്സ് ഫഹിയ ഫിൽ ഹഖീഖത്തി നഖ്സ്. പൂർണ്ണതയുമല്ല ന്യൂനതയുമല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിശേഷണം ഉണ്ടെങ്കിൽ അത് സത്യത്തിൽ എന്താണ്? ന്യൂനതയാണ്. ലിഅന്നഹാ ലഗ്വൻ വഅബ്സ്. കാരണം അത് നിരർത്ഥകമാണ്, അനാവശ്യമാണ്. ഫൽകമാലു അൻ യകൂനൽ ഇൻസാനു മുത്തസിഫൻ ബിസ്സിഫാത്തിൻ നാഫിഅത്തിൽ മുഫീദ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അവൻ ഉപകാരമുള്ള, പ്രയോജനമുള്ള, ആളുകൾക്ക് ഉപകരിക്കുന്ന അവനാവുക എന്നതാണ്. വമാല നഫ്അ ഫീഹി വലാ ദറർ. ആളുകൾക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഫഹുവ ദാഖിലുൻ ഫീ സിഫാത്തിൻ നഖ്സ്. അയാളെ കൊണ്ടൊരു ഉപകാരമല്ല, ഒരു ദോഷമല്ല എന്ന് പറഞ്ഞാൽ അയാളൊരു ന്യൂനതയാണ്, ഒരു ഗുണമുള്ള പൂർണ്ണതയുള്ളൊരു വിശേഷണമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിഹാദാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാസൻ അലാ തക്മീലിൽ ഈമാൻ. ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും പരലോകത്തും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നല്ലത് പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ ആളുകൾക്ക് ഉപകാരമുള്ള, ഉപദ്രവമുണ്ടാക്കാത്ത, നന്മയുള്ള ആളാവുക എന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. എന്നാൽ ഒരു പൂർണ്ണതയില്ലാത്ത, അതേപോലെ ന്യൂനതയുമില്ലാത്തൊരു വിശേഷണം, ഉപകാരമില്ലാത്ത, ഉപദ്രവമില്ലാത്ത, രണ്ടുമല്ലാത്ത വേറൊന്ന്, അങ്ങനത്തെ ഒരു വിശേഷണം സത്യത്തിൽ ഇല്ല എന്നാണ്.
മറ്റൊന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഇവിടെ വിശദീകരിക്കുന്നത് വദ്ദലീലു الثاني മിനൽ അഖ്ൽ, ബുദ്ധിപരമായി പറയാൻ പറ്റിയ മറ്റൊരു തെളിവ് അൻ നഖൂല നഹ്നു നുശാഹിദ് ഫിൽ മഖ്ലൂഖാത്ത് സിഫാത്തി കമാൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മൾ പൂർണ്ണതയുടെ പല വിശേഷണങ്ങളും ദർശിക്കാറുണ്ട്. വല്ലദീ അഅ്താഹു ഹാദൽ കമാൽ ഹുവല്ലാഹു തആല, ആ സൃഷ്ടികൾക്കൊക്കെ ഈ പൂർണ്ണതയുടെ വിശേഷണങ്ങൾ, കഴിവുകൾ, ഗുണങ്ങൾ നൽകിയതാരാണ്? അള്ളാഹുവാണ്. ഫമുഅത്തിൽ കമാൽ ഔലാ ബിൽ കമാൽ, അപ്പോൾ പൂർണ്ണത നൽകിയവൻ അവനാണ് പൂർണ്ണതയ്ക്ക് ഏറ്റവും അർഹപ്പെട്ടവൻ, അവൻ്റെ വിശേഷണങ്ങൾ ഏറ്റവും പരിപൂർണമായിരിക്കും. ഫമുഅത്തിൽ കമാൽ ഔലാ ബിൽ കമാൽ, അപ്പോൾ പരിപൂർണതയുടെ വിശേഷണങ്ങൾ നൽകിയവൻ പരിപൂർണതയ്ക്ക് ഏറ്റവും അർഹനാണ്, ഇല്ലാത്തത് കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരുടെ ന്യൂനതകൾ പറഞ്ഞ കൂട്ടത്തിൽ അവരുടെ അപൂർണതയും കഴിവുകേടുകളും എടുത്തു പറഞ്ഞത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. ഫതബയ്യന ബിഹാദ അന്ന റബ്ബ ലാ ബുദ്ദ അൻ യകൂന കാമില സിഫാത്ത്, അപ്പോൾ ആരാധിക്കപ്പെടുന്ന പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും പരിപൂർണതയുടെ വിശേഷണങ്ങളുള്ളവനായിരിക്കണം. വ ഇല്ല ലം യസിഹ അൻ യകൂന റബ്ബ, ഇല്ല എങ്കിൽ അവൻ എല്ലാവരുടെയും സൃഷ്ടാവും രക്ഷിതാവും സംരക്ഷകനുമായ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഇലാഹായി മാറുകയില്ല, യോഗ്യതയില്ലാതെയായിത്തീരും. ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ലാഹ് വ അമ്മൽ ഫിത്ര, അവ ബുദ്ധിപരമായ തെളിവിന് പുറമെ ഫിത്രത്ത് മനുഷ്യപ്രകൃതം അത് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ലോ. ഫലിഅന്ന നുഫൂസ സലീമ മജ്ബൂലത്തുൻ മഫ്തൂറത്തുൻ അലാ മഹബ്ബത്തില്ലാഹി വ തഅദീമിഹി വ ഇബാദത്തിഹി, ശുദ്ധപ്രകൃതത്തിലുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു മനസ്സും അള്ളാഹുവിനെ സ്നേഹിക്കുവാനും അവനെ മഹത്വപ്പെടുത്താനും അവനെ ആരാധിക്കുവാനും പറ്റുന്ന പാകത്തിലും പ്രകൃതത്തിലുമായിരിക്കും. ആ ഫിത്രത്ത് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ പൂർണ്ണതയെയാണ്. കാരണം വഹൽ തുഹബ്ബു വ തുഅല്ലം വ തുഅബദ് ഇല്ലാ മൻ ഹൽ തുഹിബ്ബു വ തുഅല്ലിം വ തഅബുദ് ഇല്ലാ മൻ അലിംത അന്നഹു മുത്തസിഫുൻ ബിസിഫാത്തിൽ കമാലിൽ ലായിഖ ബിറുബൂബിയത്തിഹി വ ഉലൂഹിയത്തിഹി. നീ നിന്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കാം. നീ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന, നീ ആരാധിക്കുന്ന ഒരുവൻ തീർച്ചയായും അവൻ പൂർണ്ണതയുടെ, അവന് അനുയോജ്യമായ വിശേഷണങ്ങളും അർഹതയും യോഗ്യതയും ഒക്കെ ഉള്ളവനല്ല എങ്കിൽ നീ അവനെ ആരാധിക്കുമോ? അപ്പോൾ പൂർണ്ണതയുടെ തേട്ടമാണ് അതിനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നത്, അവനെ കീഴ്പ്പെടുക എന്നത്. അപ്പോൾ പടച്ച റബ്ബിൻ്റെ പദവിക്ക് യോജിച്ച റുബൂബിയത്തും ഉലൂഹിയത്തിനുമൊക്കെ അർഹതയുള്ള പൂർണ്ണതയുടെ വിശേഷണങ്ങൾ അള്ളാഹുവിനുള്ളത് കൊണ്ടാണ് മനുഷ്യപ്രകൃതം അല്ലെങ്കിൽ മനുഷ്യ മനസ്സ്, മനുഷ്യന് സ്വതവേ തന്നെ ആരും പറയാതെ തന്നെ ആ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അത് അൽ ഫിത്രത്തു സലീമ, ശുദ്ധപ്രകൃതിയുടെ ഒരു തേട്ടമാണ്, താല്പര്യമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇത് അന്നൽ മജ്ഹൂല ലാ യുഹബ്ബു വലാ യുഅല്ലം, അങ്ങനെ ഒരു പൂർണ്ണതയും മഹത്വവും അവകാശപ്പെടാനില്ലാത്ത ഒരു അജ്ഞാതനാണെങ്കിൽ, അങ്ങനെയൊന്നും അറിയപ്പെടാത്ത ഒന്നാണെങ്കിൽ ആ ഒരുവനെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ സ്നേഹിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ലായിരുന്നു. വമൻ അലിമ നഖ്സഹു ലാ യുഹിബ്ബു വലാ യുഅല്ലിം, ഒരുവന്റെ ന്യൂനത ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം ന്യൂനതകളുള്ള ഒരുവനെ ഇഷ്ടപ്പെടുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യില്ല. ഫൽ ഫിത്രത്തുല്ലത്തി ഹിയ മഹബ്ബത്തുല്ലാഹി വ തഅളീമു, അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി അള്ളാഹുവിനെ സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള മനസ്സാണ് നമുക്ക് നൽകുന്നത്. അത് മബ്നിയത്തുൻ അലാ അസ്ൽ വഹുവ ഇൽമുൽ ഇൻസാൻ ഫിത്രിയൻ ബികമാലി സിഫാതി മൻ യഅബുദുഹു സുബ്ഹാനഹു വ തആല, അതൊരു അടിസ്ഥാനത്തിൻ്റെ മേൽ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതായത് മനുഷ്യൻ
പ്രകൃതിയാ തന്നെ പടച്ചവൻ്റെ അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ അംഗീകരിക്കുന്നു, അറിയുന്നു. അതുകൊണ്ടാണ് അവന് കീഴ്പ്പെടുന്നതും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. قال المؤلف رحمه الله وإذا كانت الصفة لا كمال فيها فهي ممتنعة في حق الله تعالى. ഇനി ഏതെങ്കിലും ഒരു വിശേഷണം അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടേതല്ല എങ്കിൽ അത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പറ്റില്ല. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മുംതനിഅത്തുൻ, ഇല്ലാത്തതാണ്, ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയാത്തതാണ്, ഇല്ല എന്ന് പറയാൻ പറ്റുന്നതാണ്. ഏതുപോലെ? കൽ മൗത്ത്, മരണം, അത് പൂർണ്ണതയുടേതല്ല, ന്യൂനതയുടെ ഒരു വിശേഷണമാണ്. വൽ ജഹൽ, അജ്ഞത, അറിവില്ലായ്മ. വൻ നിസിയാൻ, മറവി. വൽ അജ്സ്, അശക്തത, ശേഷിയില്ലായ്മ. വൽ അമ, അന്ധത. വസ്വമം, ബധിരത. വനഹ്വിഹ, ഇതുപോലെയുള്ള വിശേഷണങ്ങളെല്ലാം ന്യൂനതകളുടെ, കുറവുകളുടെ എല്ലാം വിശേഷണങ്ങളാണ്, പൂർണ്ണതയുടെ വിശേഷണങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹീൽ, അത് അസംഭവ്യമാണ്. മുംതനിഅ, അള്ളാഹുവിനില്ലാത്തതാണ്. ലിഖൗലിഹി തആല, അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. സൂറത്തുൽ ഫുർഖാനിലെ 58-ാമത്തെ ആയത്തിൽ, 25-ാം അധ്യായത്തിലെ 58-ാമത്തെ ആയത്തിൽ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അള്ളാഹുവിൽ നിങ്ങൾ ബലമേൽപ്പിക്കുക. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ സൂറത്ത് ത്വാഹയിലെ 52-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്, ലാ യളില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് അബദ്ധം സംഭവിക്കുകയില്ല, പിഴവ് സംഭവിക്കുകയില്ല, അവൻ മറക്കുകയും ചെയ്യുകയില്ല. അതേപോലെ വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലുള്ള ഒന്നും അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുന്ന, അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതായി ഇല്ല. അവൻ അശക്തനോ പരാജിതനോ അല്ല. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യ വർത്തമാനങ്ങളും ഗൂഢാലോചനകളും നാം കേൾക്കുകയില്ല, അറിയുകയില്ല എന്നവർ കണക്കുകൂട്ടുകയാണോ, വിചാരിക്കുകയാണോ? ബല വറുസുലുന ലദൈഹിം യക്തുബൂൻ, എന്നാൽ നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കലുണ്ട്, അവരത് എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് സൂറത്തു സുഖ്റുഫിൽ 80-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ന്യൂനതകളുടെ വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാവതല്ല. അള്ളാഹുവിൽ അത്തരം ന്യൂനതകളുള്ള വിശേഷണങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതും ഹദീസുകളിൽ കാണാം, ഇന്നഹു അഅ്വർ, ആ ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. വ ഇന്ന റബ്ബക്കും ലൈസ ബി അഅ്വർ, എന്നാൽ നിങ്ങളുടെ റബ്ബ്, ദജ്ജാൽ വന്നിട്ട് പടച്ചവനാണ് എന്ന് അവകാശപ്പെടുമല്ലോ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ റബ്ബ് അല്ലാഹു, അവൻ ഒറ്റക്കണ്ണനല്ല. വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസികും ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുമ്പോൾ മിതത്വം പാലിക്കുക. നിങ്ങൾ അമിതമായി ഒച്ചയിട്ട് അലറി വിളിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ വിളിക്കുന്നവൻ ബധിരനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലില്ലാത്ത വേറെ ഏതോ ലോകത്തുള്ള ഒരുവനോ അല്ല. അതുകൊണ്ട് തന്നെ അവൻ കേൾക്കും, അവൻ കാണും, അവൻ അറിയും എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ന്യൂനതകളുള്ള വിശേഷണങ്ങളൊന്നും അള്ളാഹുവിലേക്ക് ചേർക്കുകയില്ല. അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും അവൻ അനുയോജ്യമാണ്, പരിപൂർണമാണ്, സത്യസന്ധമാണ്. അല്ലാഹു തആല അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.